ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് സരിപ്പോത ശനിവാരം എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ പേര് ശരിക്കും സരിപ്പോത ശനിവാരം എന്നാണ് കേട്ടോ. സരിപ്പോത ശനിവാരം, അതായത് ശരിയാക്കുന്ന, സരിപ്പോത എന്ന് പറഞ്ഞാൽ ശരിയാക്കുന്ന ശനിയാഴ്ച. അതാണ് സരിപ്പോത ശനിവാരം എന്ന് തെലുങ്ക് ടൈറ്റിലും. മലയാളത്തിലും തമിഴിൽ അങ്ങനെ അതിനെല്ലാത്തിനും സൂര്യ സാറ്റർഡേ അങ്ങനെയാണ്. ഞാൻ തിയേറ്ററിൽ ചെന്ന് പറഞ്ഞത് സരിപ്പോത ശനിവാരം എന്നാണ്. അപ്പോൾ അവർക്ക് അറിയത്തില്ല സരിപ്പോത ശനിവാരം ഏത്, കുറേ സൂര്യ സാറ്റർഡേ. അപ്പോൾ അവർക്ക് മനസ്സിലായത് ടൈറ്റിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സിനിമ ഞാൻ ഇന്നാണ് കേട്ടോ കണ്ടത്. ഇന്നലെ റിലീസായ മൂവിയാണ്, ഇന്നാണ് കണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു തെലുങ്ക് മൂവിയാണ്, തമിഴ് ഡബ്ഡ് വേർഷനാണ്. തമിഴ് മാത്രമല്ല മലയാളവും അതുപോലെ തന്നെ തെലുഗും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ നമ്മുടെ തിയേറ്ററുകളൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ ആ സിനിമ ഫസ്റ്റ് ഡേ ഇവിടെ പ്രദർശിപ്പിച്ചില്ല, കാണാൻ സാധിച്ചില്ല. കാണാമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും തിയേറ്ററിൽ എന്നെ മാത്രം കൊണ്ട് അവർ തിയേറ്ററിൽ ആ ഒരു ഷോ കളിക്കില്ലാത്തത് കൊണ്ട് അടുത്ത ദിവസമാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇന്നാണ് സിനിമ കണ്ടത്. സിനിമ കണ്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കണം തോന്നി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. നല്ല സിനിമയാണ് കേട്ടോ, എനിക്ക് വർക്കായി. അതിൻ്റെ റീസൺ ഞാൻ പറയാം. സ്വാഭാവികമായും ഒരു തെലുങ്ക് സിനിമ ആയതുകൊണ്ട് തന്നെ കുറേ അധികം ആൾക്കാരൊന്നും തിയേറ്ററിൽ ഇല്ലായിരുന്നു. അതായത് അതിൻ്റെ കുറച്ച് ഫസ്റ്റ് റെസ്പോൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കാം മേ ബി ആൾക്കാരൊക്കെ തിയേറ്ററിൽ പോയി കാണുക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ആഗ്രഹം. എനിക്ക് സിനിമ തിയേറ്ററിൽ വർക്കായി. അതൊരു തിയേറ്റർ മെറ്റീരിയലാണ്. സിനിമ ഒരു ഇമാജിനറി വേൾഡ് ആണല്ലേ. അതായത് നടക്കുന്ന സംഭവങ്ങളുമുണ്ട്, നടക്കാത്ത സംഭവങ്ങളുമുണ്ട്. റിയലിസ്റ്റിക് സിനിമ മാത്രമല്ല, ലോജിക്കൊക്കെ മാറ്റി വെച്ചും നമ്മൾ സിനിമ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു അഭിപ്രായം വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കണ്ടതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇൻഫാക്റ്റ് അതിൻ്റെ ഒരു മെയിൻ കോർ ഐഡിയ തന്നെ ഇല്ലോജിക്കലാണ്. ഞാനത് ചുരുക്കി പറയാം കേട്ടോ. ഒരു സാധാരണ മനുഷ്യൻ, പുള്ളിക്കാരൻ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളിക്കാരൻ ദേഷ്യം സ്പോട്ടിൽ തീർക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ആഴ്ചയിലെ ഒരൊറ്റ ദിവസമാണെങ്കിലോ, ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 6 ദിവസവും പുള്ളിക്ക് ദേഷ്യം പ്രകടിപ്പിക്കാനാവാതെ 7ാമത്തെ ദിവസം ഇതിൻ്റെ എല്ലാം കൂടെ ഒരു പ്രതികാരം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പുള്ളി റെസ്പോൺസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അതാണ് സിനിമയുടെ ഒരു ഐഡിയ. ഒരു സാധ്യത മാത്രമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഇമാജിനറി ആണ്, അല്ലെങ്കിൽ ലോജിക്കൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കാണേണ്ട ഒരു കഥയും സ്റ്റോറിയുമാണ്. എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് മേക്കിങ് നന്നായിരുന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടതിൻ്റെ വിഷ്വൽസ്, കളർ ഗ്രേഡിങ്, അത് രണ്ടും നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഫസ്റ്റ് ഹാഫ് അതിലൊരു അമ്മയുടെ ഒരു സ്നേഹം, ഓവർ പാസമൊന്നുമല്ല നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ. സാധാരണ അമ്മയുടെ ഒരു സ്നേഹം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് അതിൻ്റെ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. സെക്കൻഡ് ഹാഫിൽ വേറൊരു മൂഡാണ്. കുറച്ച് കഥയിലോട്ട് കടക്കുകയും നായകൻ വില്ലൻ ക്ലാഷ് ആ ഒരു സംഭവത്തിലേക്ക് കടക്കുകയും ചെയ്ത് കഴിയുമ്പോൾ വേറൊരു കളർ ടോൺ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് വിഷ്വൽസ്, അത്തരത്തിൽ കിടിലനായിരുന്നു വിഷ്വൽ സൈഡ്. എനിക്കതിൻ്റെ ഏറ്റവും അടിപൊളി പോസിറ്റീവായിട്ട് തോന്നിയത് ജേക്സ് ബിജോയ്, പുള്ളിക്കാരൻ്റെ BGM കിഡിലായിരുന്നു. സിനിമയിൽ രണ്ടോ മൂന്നോ ഫൈറ്റ് സീക്വൻസുകളുണ്ട്. അതിനെ ലിഫ്റ്റ് ചെയ്യുന്നത് മ്യൂസിക് തന്നെയാണ്. ഞാൻ നേരത്തെ സ്റ്റോറി പറഞ്ഞല്ലോ, 6 ദിവസം ദേഷ്യപ്പെടാതെ പുള്ളിക്കാരൻ്റെ ആങ്കർ കാണിക്കാതെ 7ാമത്തെ ദിവസം അത് പ്രകടിപ്പിക്കുമ്പം ആ പ്രകടിപ്പിക്കുന്നതിൻ്റെ അവിടെ എന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മ്യൂസിക് ഇല്ലേ, അത് കിഡിലനായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട് ആ ഒരു മ്യൂസിക് സൈഡ്. ഏറ്റവും മികച്ച മറ്റൊരു പോസിറ്റീവായിട്ട് തോന്നിയത് പെർഫോമൻസ്. നടിപ്പറക്കൻ, അദ്ദേഹത്തിൻ്റെ അഭിനയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാനാട് കണ്ടതിന് ശേഷം, മാനാടിന് മുമ്പും അദ്ദേഹം കിഡിലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വന്താ സുട്ട സത്ത റിപ്പീറ്റ്, ആ ഒരു സാധനത്തിൻ്റെ അതേ ഒരു ഇമോഷൻ ഇല്ലേ, അത് കുറേ സിനിമകളിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാർക്ക് ആൻ്റണി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ എത്തിയില്ലെങ്കിലും, നമ്മുടെ ജിഗർദണ്ഡ ഡബിൾ എക്സ് ആണെങ്കിലും ഒക്കെ ആ ഒരു ലെവലോട്ട് എത്തിയില്ലെങ്കിലും പുള്ളിക്കാരൻ്റെ ഒരു പീക്ക്, ആ ഒരു ഇമോഷൻ കാണിക്കുന്ന സെയിം ഇമോഷൻ തന്നെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റിലോട്ട് എത്തിക്കഴിയുമ്പോഴുള്ള പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. എസ് സൂര്യ തന്നെയാണ് സ്കോർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. നാനി മാക്സിമം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രിയങ്ക മോഹനൊക്കെ ആണെങ്കിലും കൊള്ളാം. അവരുടെയൊക്കെ ഒരു പെർഫോമൻസ്, അവർക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ തോന്നി. കുറേ ഉണ്ട് കേട്ടോ പെർഫോമൻസുകൾ, അങ്ങനെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. എനിക്ക് എല്ലാവരുടെയും പേരറിയില്ല, എവിടെയൊക്കെയോ കുറേ തെലുങ്ക് സിനിമകളിലൊക്കെ കണ്ടവരാണ് ഇവർ, പേരൊന്നും അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് എടുത്ത് പറയാത്ത. മലയാളിയായിട്ടുള്ള അഭിരാമി, പുള്ളിക്കാരിയും നല്ല അഭിനയമാണ്. അമ്മയുടെ റോൾ ചെയ്യുന്ന പുള്ളിക്കാരിയാണ്, നന്നായിട്ടുണ്ടായിരുന്നു അമ്മയുടെ റോള്. പുള്ളിക്കാരിക്ക് ആ ഒരു അമ്മയുടെ ലുക്കൊക്കെ പുള്ളിക്കാരിക്ക് ചേരും. നല്ല രീതിയിൽ ഇമോഷൻസ് ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാസമല്ല അവിടെ ഒരു റിയൽ ആയിട്ടുള്ള അമ്മ ഒരാളെ ഉപദേശിക്കുക, മനസ്സിലാക്കുക, അയാളെ മാറ്റിയെടുക്കുക, അത്തരത്തിലുള്ളൊരു സ്നേഹമാണ് മകൻ തിരിച്ച് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അത് ഓവറാക്കിയിട്ടില്ല. നല്ല രീതിയിൽ രണ്ടുപേരും, ആ ഒരു ചെറുപ്പത്തിലുള്ള നാനിയാണെങ്കിലും അമ്മയുടെ റോൾ ചെയ്ത അഭിരാമിയാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിവേകാത്രേ. അദ്ദേഹത്തിൻ്റെ മുന്നത്തെ പടം കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടതാണ്. ആൻറ്റേ സുന്ദരാനിക്കി എന്നായിരുന്നു, ഒരു തെലുങ്ക് മൂവി തന്നെയാണ്. നസ്രിയയും നാനിയും തമ്മിലുള്ളൊരു സിനിമയായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, കുറേ ഉണ്ട്. ബ്രോച്ചെ വരെ വരൂ, അതൊക്കെ ചെയ്ത പുള്ളിയാണ് കേട്ടോ. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ട മൂവിയാണ്. അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കംപ്ലീറ്റ് മാറി ഒരു ആക്ഷൻ
ഒരു സംഭവം കൊണ്ടുവന്നത് എനിക്ക് വർക്കായി. സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. 3 മണിക്കൂറുണ്ട്, അത് നമുക്ക് ശരിക്കും വിഷ്വലി അറിയാൻ പറ്റും. കറക്റ്റ് 1.5 മണിക്കൂറാണ് ഫസ്റ്റ് ഹാഫ്. ഓൾമോസ്റ്റ് ഒരു 1:45 അല്ല 1:25 സെക്കൻഡ് ഹാഫും ഉണ്ട്. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിലെ എനിക്ക് ഇച്ചിരി ബോറടിച്ചു, ലേശം ഉള്ളത് പറയാമല്ലോ, കുറച്ച് ബോറടിച്ചു. പിന്നെ കഥയിലോട്ട് കടന്ന് നായകൻ വില്ലനും തമ്മിലുള്ള ഒരു കിഡിലൊരു സീനുണ്ട്. ആ സീൻ കഴിഞ്ഞിട്ട് സിനിമ ത്രൂ ഔട്ട് ആ ഒരു പാറ്റേണിലോട്ട് വന്നു. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിലപ്പം സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നൊരു ലാഗായിരിക്കാം, പക്ഷെ എനിക്കത് കുറച്ചൊരു ലേശം ഒരു സംഭവമായിട്ട് തോന്നി. തെലുഗു ആണല്ലോ ആക്ച്വൽ ഒരു ലാംഗ്വേജ്, അത് തമിഴിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഉള്ള ഡബ്ബിങ്ങിൻ്റെ പ്രശ്നമാണോ എന്നെനിക്കറിയില്ല. എസ്പെഷ്യലി ഈ നാനിയുടെയൊക്കെ ഒരു സീനിയർ ഓഫീസറായിട്ട് ഈ NLIC-യിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരൻ്റെ SJ സൂര്യയായിട്ട് വരുന്നൊരു പോർഷനിലൊക്കെ പുള്ളിക്കാരൻ്റെ സൗണ്ട് എനിക്ക് അങ്ങോട്ട് ഈ നേരത്തെ സംസാരിച്ച പോലത്തെ സാധനം അല്ലല്ലോ, കോമഡി കൊണ്ടുവരാൻ ശ്രമിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതെനിക്ക് വർക്കായില്ല. തമിഴാണെന്ന് തോന്നുന്നു ഏറ്റവും ബെറ്റർ, മലയാളം എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല. ശരിക്കും വിഷ്വലിനെ ആണല്ലോ മ്യൂസിക് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്ത് വിഷ്വൽ വന്ന ഒരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. അത് എന്നെ മാത്രം തോന്നലായിരിക്കും, കാരണം എസ്പെഷ്യലി ക്ലൈമാക്സിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ എന്താണ് സംഭവിച്ചെന്നല്ല, മ്യൂസിക് കിഡിലായിരുന്നു ആ ഭാഗത്തെ. ആ മ്യൂസിക്കാണ് നമ്മളിലോട്ട് ആദ്യം എത്തുന്നത്, പിന്നീടാണ് നമ്മളതിൽ വിഷ്വലോട്ട് ശ്രദ്ധിക്കുന്നത്. വിഷ്വല് ഫൈറ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ ഫൈറ്റാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പം എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് ആയിപ്പോയി. അവർ മ്യൂസിക് കുറച്ച് പൊട്ടിക്ക് കയറിപ്പോയതുപോലെ, രണ്ടും ഈക്വലായിട്ട് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തോന്നി. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് ഒന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയണേ. ഓവറോൾ സിനിമ എനിക്ക് വർക്കായി. ഒരു അതിഗംഭീര പടം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇതൊരു തിയേറ്ററിക്കൽ വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഗുണം ഉണ്ടാവും. എസ്പെഷ്യലി ആ പെർഫോമൻസുകളും മ്യൂസിക്കും ഒക്കെ തിയേറ്ററിൽ കാണേണ്ട ഒരു സംഭവമാണ്. നമുക്ക് എവിടെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് സിനിമ. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെ പറ്റിയുള്ള എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയുക. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.